എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ അലോട്ട്മെന്റ് ലെറ്റർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ ഇപ്പോൾ ഒന്നാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ മാസം 15 മുതൽ 17 തീയതി, ജൂൺ മാസം 15 രാവിലെ 10 മണി മുതൽ ജൂൺ മാസം 17 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അതാത് സ്കൂളുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാകാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് അലോട്ട്മെന്റ് ലെറ്ററിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈശ്വൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തനെ എടുക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ അലോട്ട്മെന്റിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് ലെറ്റർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? ഫസ്റ്റ് അലോട്ട്മെന്റിൽ മാത്രമല്ല, സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഒക്കെ ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുക നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നതിലിപ്പോൾ ഫില്ല് ചെയ്യേണ്ടത് എന്ന് വെച്ചുള്ളത് ക്വാളിഫയിങ് എക്സാം സെൻറ്റർ. ഇതിലിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ TC നമ്പർ, ഡേറ്റ് ഓഫ് TC, നിങ്ങളുടെ TCയുടെ ഡേറ്റ്, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ SO/NO, ആധാർ ഉണ്ടെങ്കിൽ, അറ്റാച്ച്ഡ് ആധാർ ഉണ്ടെങ്കിൽ ഇവിടെ എസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് പ്രിൻ്റ് എടുത്തിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ്, ചില സ്കൂളുകളിൽ മലയാളമൊക്കെ മിക്ക സ്കൂളുകളിലും കാണും, ഹിന്ദി, ചിലയിടത്ത് അറബി, ഉറുദു, സംസ്കൃതം പോലുള്ള കോഴ്സുകളും കാണും. അപ്പം ഇംഗ്ലീഷ് മാൻഡറ്ററി ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഏതാണോ പഠിക്കേണ്ടത്, ഉദാഹരണം പറഞ്ഞാൽ മലയാളം എന്നാണെങ്കിൽ ഇവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചർ, ഇവിടെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആസ് എ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇപ്പം സ്കൂളിൽ നിന്നും ഒക്കെയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഒക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ അഡ്മിഷൻ സ്കൂൾ യൂസ്ഫുള്ളി, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത്. പിന്നെ ക്വാളിഫയിങ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി കാറ്റഗറി, ഇവിടെ നിങ്ങളുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന്, അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ്, നിങ്ങൾ ഏത് മാസം ഏത് വർഷമാണ് പാസ്സായത്, പിന്നെ അലോട്ട്മെൻറ്റ് കാറ്റഗറി, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് അതാണ് ഇവിടെ ഫില്ല് ചെയ്ത് നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കരൺ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.